ക്ലാസ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശാൻ ഇ ക്ലാസ് അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് ആണ്. അങ്ങനെയൊക്കെയാണ് അവര് ആക്കി വെച്ചിരിക്കുന്നത്. മുഖം കണ്ടിട്ട് ആക്കിയതാണോ അതോ കഴിവുകൊണ്ട് ആക്കിയതാണോ? അവർക്ക് ഇച്ചിരി മസിലൊക്കെ ഉള്ള ഒരാൾ വേണമെന്ന് നിർബന്ധമാ, അങ്ങനെ ആക്കിയതായിരിക്കും. അതിൽ ഒരുപാട് സന്തോഷം. സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിന് വന്നതാണോ? സിനിമയിലൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ടാവുമായിരിക്കും അല്ലേ? ഒത്തിരി പേരുണ്ട്. നേരത്തെ KR സാറിനെ അറിയാം, നമ്മുടെ ഡയറക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ സംവിധായകനാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ഞാൻ ശരിയായി തരാം. ഉള്ള ആളാണ്, കയറ്റി വിടാം. KR സാറുണ്ട്, സൂപ്പർ സ്റ്റാർ കരൺചന്ദ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഇതൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളാ. അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീൽസ് ആയിരിക്കുന്നു, എത്ര ലൈക്സ് അല്ലേ? ലൈക്കൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നോ രണ്ടോ വന്നാലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ആദ്യത്തെ ഒന്നും നമ്മുടെ തന്നെയാണ് അല്ലേ? എന്നാലും ആശാനെ ഒരുപാട് സന്തോഷം കണ്ടതിൽ, ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ മറ്റേ സൂര്യനെ പിടിക്കുന്ന എന്തോ ഒരു റീലിട്ട് അത് ആശാനല്ലേ? അതെട്ടോ, പിന്നെ ഞാൻ തന്നെ അതിന്റെ മോളിൽ നിലത്ത് വീണു. ഞങ്ങൾക്കറിയാം. എന്തായാലും ആശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ അകത്ത് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരുണ്ട്. പിന്നെ നമ്മുടെ ആശ എന്ന് പറഞ്ഞ ഇതേ പേരിൽ വേറെ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ അകത്തിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് പോയേക്കാം. അപ്പൊ ശരി ആശാൻ, താങ്ക് യു. പറ്റുമെങ്കിൽ കൂടെ ആരോ ഉണ്ടോ റീൽ എടുക്കാൻ? ഞാൻ എടുത്തോളാം. ബൈ ആശാൻ. അനന്തനാണോ? അതെ, സത്യമായിട്ട് എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. താങ്കൾ ഒന്ന് പരിചയപ്പെടുത്താമോ? അനന്തൻ എന്ത് ചെയ്യുന്നു? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ. KR ഒന്ന് കാണാൻ പറ്റുമോ? KR സാറിനെ കാണാം, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മതി. ഇത് അങ്ങനെ ഒരു ഇവന്റ് അല്ല ബ്രോ. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം വെച്ച് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ എത്ര പേടിച്ചാൽ നിൽക്കുന്ന അറിയാം. ബ്രോ എന്താ ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പക്ഷെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല, പുള്ളിയോട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ആഗ്രഹം. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അതോ ഇത് മാത്രമാണ്? ജോലിയും കൂലിയില്ലാത്തവർക്കൊക്കെ പറ്റിയ പണിയാണല്ലോ അസിസ്റ്റന്റ്. നമ്മളൊക്കെ കുറെ കണ്ടുള്ളതാണ്. ഒന്ന് പുള്ളി ഒന്ന് കാണാൻ കഷ്ടപ്പെട്ട പരിപാടിയല്ലേ അസിസ്റ്റന്റ് ആകുന്നത്. ഡയറക്ടർ ആക്ടേഴ്സ് സോറി അമ്പാടി. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൈറ്റ് ഓഫീസറായിട്ട്. ലൈറ്റ് ഓഫീസർ? ലൈറ്റ് ബോയ് അല്ല, ലൈറ്റ് ബോയ് അല്ലേ, ഇപ്പോൾ ലൈറ്റ് ഓഫീസർ. ലൈറ്റ് ഓഫീസറാണ്. സോറി. താങ്കളുടെ ആരോടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ? KR സാറിന്റെ യൂണിറ്റ് ഷെഫ്. ഇതെല്ലാം അവിടെ LED പോലെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. KR സർ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകരുടെ ഒരാളാണ്. ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. സാറ് കഴിഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അത് KR സാർ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇന്ത്യയിലൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അതിനൊരു സ്വാതന്ത്ര്യമില്ല. ഞാൻ ആശാൻ ഒരു ആളാണ്. അത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റർമാരെ എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഡെക്കാവിട്ടോ, ചിലപ്പോൾ സെഞ്ചുറി അടിക്കും. എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 3 വരെയൊക്കെ അടുപ്പിച്ച് ഡക്കാവുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സാർ, ഞാൻ വേറെ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകാണെന്നൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അവസ്ഥ? അല്ല, അതിനെക്കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ പറയാൻ പറ്റില്ല.